ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ ബിരുദു പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ കൊരിന്തിലെ വിശ്വാസികളോട് അവർക്ക് പരിചിതമായ ചില സംഭവങ്ങളെ എടുത്തു കാണിച്ച് വിശ്വാസത്തിന്റെ ഓട്ടത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. ഏതാണ്ട് കൊരിന്തിൽ നിന്ന് 10 മൈൽ അകലെ 2 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഒരു പ്രസിദ്ധമായ ഗെയിം ആയിരുന്നു ഇസ്തിമാൻ ഗെയിംസ് എന്ന് പറയുന്നത്. അതിൽ മത്സരിച്ച് ജയിക്കുന്നവർക്ക് ടാക്സ് എക്സംഷൻ ചക്രവർത്തിയിൽ നിന്ന് ലഭിക്കും. നിർബന്ധമായിട്ടുള്ള മിലിറ്ററി സർവീസ് എക്സംഷൻ ലഭിക്കും. അതുകൂടാതെ അവർക്ക് ഒരു കിരീടം ലഭിക്കും. ആ കിരീടം വാടുന്ന കിരീടമാണ്. അത് അല്പം കഴിയുമ്പോൾ മൂർച്ഛിച്ചു പോകും. ആ കിരീടമാണ് ഇവിടെ അവർ വാടുന്ന കിരീടം പ്രാപിക്കുന്നു, നാമോ വാടാത്ത കിരീടം പ്രാപിക്കുന്നത്. ഈ ഭാഗം വായിക്കുന്ന കൊരിന്തിലെ വിശ്വാസികൾക്ക് പെട്ടെന്ന് അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാര്യം ഈ ഇസ്തിമാൻ ഗെയിംസ് ആണ്. ഇതിൽ അവർക്ക് സുപരിചിതമായ കാര്യങ്ങളാണ്. അതെടുത്ത് കാണിച്ചുകൊണ്ടാണ് പൗലോസ്ലീഹ അവരുടെ ക്രിസ്തീയ ഓട്ടത്തെക്കുറിച്ച് അവരെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. ഇന്ന് രാത്രികാലം നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തീയ ഓട്ടം നമ്മുടെ ജീവിതത്തിലും തുടങ്ങിയിരിക്കുകയാണ്. ഈ ഓട്ടം തുടങ്ങുന്നത് വീണ്ടും ജനനത്തോടു കൂടിയാണ്. ഈ ഓട്ടം തുടങ്ങുന്നത്, ഇത് അവസാനിക്കുന്നത് നമ്മുടെ മരണത്തോടു കൂടിയാണ്. അപ്പോൾ ഈ ഓട്ടം നമ്മളെ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ജലത്തിൽ സ്നാനപ്പെട്ട് വിശ്വാസ സ്നാനമെടുത്ത് ദൈവത്തിന്റെ സഭയോട് പിതാവായ ദൈവം നമ്മെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഓട്ടം തുടങ്ങുന്നത്. അപ്പോൾ ഈ ഓട്ടക്കളത്തിൽ നാം ആയിരിക്കുകയാണ്. നാം എല്ലാവരും യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച എല്ലാവരും ഈ ഓട്ടക്കളത്തിലാണ്. ഓട്ടക്കളത്തിൽ നാം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ ലക്ഷ്യം തെറ്റാതെ ഓടി ബിരുദു പ്രാപിക്കണമെന്ന് പൗലോസ്ലീഹ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരാം. ബിരുദു പ്രാപിക്കാൻ തടസ്സമായി പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം നാം അതിന്റെ 1-2 വാക്യങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്, അങ്ങനെ നമുക്ക് വലിയൊരു സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ ഈ ഓട്ടത്തിന്റെ തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാവുന്ന 2 കാര്യങ്ങളെ ഇവിടെ എടുത്തു പറയുകയാണ്. 1 ഭാരം, 2 മുറുകെ പറ്റുന്ന പാപം. ഇത് രണ്ടും എന്ത് ചെയ്യണം? വിട്ടിട്ട് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം, ക്രിസ്തീയ ഓട്ടം, ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടം, കിരീടത്തിന് വേണ്ടിയുള്ള ഓട്ടം, അത് സ്ഥിരതയോടെ ഓടുവാൻ ഇവിടെ എബ്രായ ലേഖനം എഴുതിയിരിക്കുന്ന ആ ദൈവദാസൻ ഓർമ്മിപ്പിക്കുകയാണ്. കൊരിന്ത്യ ലേഖനത്തിലും പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങൾ പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവീൻ. വെറുതെ എല്ലാവരും ഓടുന്നു, ഞാനും ഒന്ന് ഓടി നോക്കാം എന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ ഇടയിൽ ചിലപ്പോഴൊക്കെ ഓട്ട മത്സരം നടക്കുമ്പോൾ അതിനകത്ത് പലരും കയറി ഓടാറുണ്ട്. അവരോട് ചോദിച്ചാൽ പറയും, ഓ എല്ലാരും ഓടുകയല്ലേ, ഞാനും ഒന്ന് ഓടി നോക്കുകയാ. അങ്ങനെ രസത്തിന് വേണ്ടി ഓടാനും ചുമ്മാതെ ഓടാനും തെരഞ്ഞെടുക്കുന്ന ഓട്ടക്കളമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഈ ഓട്ടക്കളത്തിൽ ഇറങ്ങിയെങ്കിൽ ദൈവമല്ലേ, നീ ബിരുദു പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് ബുദ്ധി ഉപദേശിക്കുകയാണ്. ഇവിടെ 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1 സകല ഭാരവും. ഈ ഭാരം എന്നുള്ള വാക്ക് നമുക്കറിയാം, ഇംഗ്ലീഷിൽ അതിന് വെയിറ്റ് എന്നാ പറയുന്നത്. വെയിറ്റ്, അതിന്റെ ഗ്രീക്ക് പദം അനുസരിച്ച് ആ വാക്യത്തിന്റെ അർത്ഥം ഒരു ട്യൂമർ എന്നാണ്. അഥവാ നീര് വന്ന് വീർത്തിരിക്കുന്ന ഒരു വലിയ വളർച്ച, അഥവാ എന്തോ ശരീരത്തിൽ ആവശ്യമില്ലാത്ത രീതിയിൽ വളർന്നു വരുന്ന ഒരു ഭാഗം, അത് ക്യാൻസറസ് ട്യൂമർ പോലെ വീർത്തിരിക്കുന്ന ഒരു ഭാഗം. ആ അർത്ഥത്തിലാണ് ഇവിടെ ഈ ഭാരം എന്നുള്ള പദം ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിൽ അനാവശ്യമായി വളർന്നു വന്നിരിക്കുന്ന
അഹങ്കാരം, അഹംഭാവം, ഞാനെന്നുള്ള ഭാവം, ഞാൻ എന്തൊക്കെയോ ആയെന്നുള്ള ഭാവം, എൻ്റെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിന്റെ ഭാവം, എൻ്റെ വിദ്യാഭ്യാസത്തിന്റെ അഹങ്കാരത്തിന്റെ ഭാവം, എന്തൊക്കെയോ ദൈവം ആഗ്രഹിക്കാത്ത നിലയിലുള്ള ഏതൊക്കെയോ വളർച്ച, തൂമർ പോലെ വളർന്നു നിൽക്കുന്ന ചില മനോഭാവങ്ങളെ മാറ്റിവെക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിന്റെ മനസ്സ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ മനസ്സല്ല, നാം ഓടുമ്പോൾ കർത്താവിന്റെ മനസ്സുള്ളവരായി ഓടണം, കർത്താവിന്റെ മനസ്സുള്ളവരായി പ്രവർത്തിക്കണം, കർത്താവിന്റെ മനസ്സുള്ളവരായി സ്നേഹിക്കണം, കർത്താവിന്റെ മനസ്സുള്ളവരായി നാം പ്രവർത്തിക്കണം. അതാണ് ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാകട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ക്രൂശില മരണത്തോളം തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഈ മനോഭാവം എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നു, ഇപ്പോൾ ഞാനല്ല, എന്നിൽ ക്രിസ്തുവത്രേ ജീവിക്കുന്നത്. പൗലോസ് പറയുന്നു, ഞാൻ ഈ ചെയ്യുന്നതൊന്നും എൻ്റെ വിദ്യാഭ്യാസമോ എൻ്റെ കഴിവോ അല്ല, ഞാൻ ആയിരിക്കുന്നത് അവന്റെ കൃപയാലാകുന്നു. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠകരമായ ഒരു മനോഭാവമാണ് ആ മനോഭാവം. അതാണ് പറഞ്ഞത്, നിങ്ങളുടെ ഭാരം. പലരും വിചാരിക്കുന്നത് എന്താണ്, നമ്മുടെ ജീവിത ഭാരമൊക്കെ എടുത്ത് കളയണമെന്നാ. അതൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. നിന്റെ ഭാരം എന്റെ മേൽ ഇട്ടുകൊള്ളുക എന്നാ പറഞ്ഞേക്കുന്നത്. ഞാൻ നിന്നെ പുലർത്താമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ ഇറക്കി വെക്കണം. ഇവിടെ ഓട്ടക്കളത്തിന് തടസ്സമായി നിൽക്കുന്ന ഭാരം എന്ന് പറയുന്നത് നമ്മുടെ മനോഭാവത്തിൽ വന്നിരിക്കുന്ന ചില കാര്യങ്ങളാ. ഒരു പൊസിഷനോ, ഒരു രണ്ട് വാക്ക് സാക്ഷ്യം പറയുവാൻ നേരെ പറഞ്ഞാലോ, ഒരു പ്രബോധനം നല്ല പോലൊന്ന് പറയാൻ തുടങ്ങിയാലോ, അല്ലെങ്കിൽ രണ്ട് പ്രസംഗം നല്ല പോലൊന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാലോ, ഓരോരുത്തരുടെ ജീവിതത്തിൽ ചില ഭാവങ്ങൾ ഉണ്ടാകുകയാ. മറ്റുള്ളവരെക്കാൾ ഞാനേതോ ശ്രേഷ്ഠനാണെന്നുള്ള ഒരു ഭാവം, അത് അഹങ്കാരമാണ്. ദൈവപൈതലേ, ഞാനും നിങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുവെങ്കിൽ, എന്തെങ്കിലുമൊക്കെ പറയുവാൻ കഴിയുന്നുവെങ്കിൽ, ഒരു നല്ല പ്രസംഗം പ്രസംഗിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ, അത് നാമല്ല, അവന്റെ കൃപയത്രേ, അവന്റെ കൃപയത്രേ, അവന്റെ കൃപയത്രേ. അതായിരിക്കണം നമ്മുടെ മനോഭാവം. കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് പൗലോസ്ലീഹായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്, പ്രശംസിക്കണമെങ്കിൽ, ജഡത്തിൽ പ്രശംസിക്കണമെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ആരാണ്? എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, ഗമാലിയലിന്റെ കാൽക്കലിരുന്നു കൊണ്ട് വേദ പഠനം നടത്തിയവൻ, വിദ്യാഭ്യാസമുള്ളവൻ, ധനാഢ്യന്റെ മകൻ, അങ്ങനെ എല്ലാ നിലയിലും പ്രശംസിക്കുന്ന ആ ദൈവദാസൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ആകുന്നത് അവന്റെ കൃപയാലാണ്. ഹല്ലേലൂയ. ഞാനല്ല ഇപ്പോൾ ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തുവത്രേ ജീവിക്കുന്നത്. ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ താഴ്മ, ക്രിസ്തുവിന്റെ എല്ലാ കാര്യങ്ങളിലും അവനെ അനുകരിക്കുന്ന ഒരു സ്വഭാവം, അതൊരു ദൈവ പൈതലിന് ആവശ്യമാണ്. ആ ഭാവം ഉണ്ടെങ്കിലേ നമുക്ക് ഓടാൻ പറ്റുകയുള്ളൂ. നാം ഓടുന്നത് വിശുദ്ധന്മാരുടെ കൂട്ടത്തിലാണ്. വിശുദ്ധന്മാര് നമ്മേക്കാൾ ശ്രേഷ്ഠന്മാരായ അനേകരുടെ മുൻപിലാണ്. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞത്, ഒരുവൻ മറ്റൊരുവനെ ശ്രേഷ്ഠനെന്നെണ്ണണം. അവിടെ ഓട്ടക്കളത്തിൽ തള്ളിയിടാനും, അത് കുതികാലി വെക്കുവാനും, സൂത്രപ്പണി ചെയ്ത് ഒഴിവാക്കാനും ഒന്നും പാടില്ല. ഒരുമിച്ചാ ഓടേണ്ടതാ. ഇവിടെ യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ തന്നെത്താൻ ത്യജിക്കണം. ഞാൻ എന്നുള്ള ഭാവം ത്യജിക്കണം. ഞാൻ പണ്ട് എന്തൊക്കെയോ ആയിരുന്നുവെങ്കിൽ അതൊക്കെ മാറ്റിവെക്കണം. യേശു പറഞ്ഞ ഉപമയുണ്ട്. ഒരു ധനവാൻ, അഥവാ ഒരു ധനവാനും ഒരു ചുങ്കക്കാരനും വന്ന് പ്രാർത്ഥിക്കുന്നത്. ചുങ്കക്കാരൻ സ്വർഗത്തേക്ക് പോലും നോക്കാൻ കഴിയാതെ, കർത്താവേ, ഞാൻ പാപിയാണ്, കഴിവില്ലാത്തവനാണ്, കുറവുള്ളവനാണ്, ബലഹീനനാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അവൻ നീതീകരിക്കപ്പെട്ടവനായി കടന്നുപോയി. മറ്റവൻ അങ്ങനെയല്ല, ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ എന്ന് പറഞ്ഞാ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പതാരം കൊടുക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചവൻ നീതീകരിക്കപ്പെടാത്തവനായി കടന്നുപോയി. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നമുക്ക് സ്വയശോധന ചെയ്യണം. വല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം പാർക്കുന്നത്. നമ്മുടെ നേതാക്കന്മാരോ
നമ്മുടെ കൂടെയുള്ളവരോ വിശ്വാസികളോ അനേകര് ഓട്ടക്കളത്തിൽ ഓടുന്നുണ്ടെങ്കിലും അവരെ അല്ല നോക്കേണ്ടത്. 2-ാം വാക്യം വായിക്കുന്നു, സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. അതുകൂടാതെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ടോടണം. നമുക്ക് വേറെ ആരെയും നോക്കണ്ട, യേശുവിനെ നോക്കണം. ഈ ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു. പലരും പലരെയും നോക്കി ഓടുന്നു, പലർക്കും പല ലക്ഷ്യത്തിൽ ഓടുന്നു, പലരും പറഞ്ഞുകൊണ്ട് ഓടുന്നു, പല മനോഭാവത്തിൽ ഓടുന്നു. എന്നാൽ ഒരു യഥാർത്ഥ ദൈവവൈതൽ ഓടേണ്ടത് യേശുവിനെ നോക്കി ഓടണം. സാക്ഷികളുടെ സമൂഹം ചുറ്റും നിൽക്കുന്നുണ്ടെങ്കിലും അവരെ ആരെയും നോക്കുവാൻ നമുക്ക് കൽപ്പന ലഭിച്ചിട്ടില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പന യേശുവിനെ മാത്രം നോക്കുക. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. കാരണം യേശു ഇരിക്കുന്ന ഇടമായ സ്വർഗത്തിലേക്ക് എത്തുവാനാണ് നാം ഓടുന്നത്. മറ്റുള്ളവർ പലതും, ഭൂമിയിലുള്ളത് പലതും കരസ്ഥമാക്കുവാൻ ഓടുകയാണ്. അവരെ നോക്കിയാൽ നാം അവർ പ്രാപിച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് പോയി നാം നശിച്ചു പോകുവാൻ ഇടയുണ്ട്. എന്നാൽ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുന്ന, വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളാമെന്ന് നമ്മോട് വാക്ക് പറഞ്ഞവനായ യേശു ഇരിക്കുന്ന ഇടമായ ആ സ്വർഗത്തിലേക്ക് നോക്കി ഓടുവാൻ, അവനെ മാത്രം നോക്കി ഓടുവാൻ ദൈവം നമുക്കിന്ന് ബുദ്ധി ഉപദേശിക്കുകയാണ്. രണ്ടാമത് നാം വിടേണ്ട കാര്യം മുറുകെ പറ്റുന്ന പാപമാണ്. മുറുകെ പറ്റുന്ന പാപം. ഇവിടെ ഈ മുറുകെ പറ്റുന്ന പാപം എന്ന് പറയുമ്പോൾ ഉള്ളിൽ കുടിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുവാൻ ഇതുവരെ കഴിയാത്ത ചില, ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 22-ാം വാക്യമാണ്. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. പഴയ മനുഷ്യനെ അവന്റെ രാഗമോഹങ്ങളോടുകൂടെ കുഴിച്ചിടപ്പെട്ടു, സ്നാനത്തോടുകൂടി നിങ്ങൾ പുതുമനുഷ്യനെ ധരിച്ചിരിക്കുകയാണ്. ഗലാത്യർ 3:27 വായിക്കുമ്പോൾ, നിങ്ങൾ ഒരുവൻ ക്രിസ്തുവിനോടുകൂടെ ചേരുവാൻ സ്നാനമേറ്റവരാ നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. അപ്പൊ നാം ഇതുവരെയും പഴയ സ്വഭാവമുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ടില്ല. ചിലരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, എന്റെ പഴയ സ്വഭാവം ഞാൻ എടുത്താലുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് കയ്യിലിരിക്കുക. ഇപ്പോഴും പഴയ സ്വഭാവം ഇപ്പോഴും ഇരിപ്പുണ്ട്, എടുക്കാത്തത് കൊണ്ടാ. എടുത്താൽ വചനം എന്താ പറയുന്നത്? ഉപേക്ഷിച്ചു, പഴയ മനുഷ്യനെ പാടെ ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. സ്നാനത്തിൽ പഴയ മനുഷ്യനെ പൂർണ്ണമായും അടക്കിക്കഴിഞ്ഞു, അവൻ മരിച്ചു കഴിഞ്ഞു. ഇന്നും മരിക്കാത്ത പഴയ മനുഷ്യന്റെ സ്വഭാവം നാം കൊണ്ടു നടക്കുന്നുവെങ്കിൽ ദൈവപൈതലേ, നിനക്ക് ഓട്ടക്കളത്തിൽ ഓടുവാൻ പറ്റുകയില്ല, ഓടി ജയിപ്പാൻ പറ്റുകയില്ല, ബിരുദ പ്രാപിപ്പാൻ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കുക. ഞാൻ ആരെയും വിധിക്കുന്നില്ല, എന്നെ തന്നെ ഞാനൊന്ന് ചിന്തിക്കുകയാ. എൻ്റെ ജീവിതത്തിൽ മാറ്റപ്പെടേണ്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. മുറുകെ പറ്റുന്ന പാപം വിട്ട് ഓടണം, സ്ഥിരതയോടെ ഓടണം. ഇവിടെ സ്ഥിരതയോടെ എന്ന് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ലെറ്റ് us run with endurance, അഥവാ പേഷ്യൻസ്. അതെ, സഹിഷ്ണുതയോടെ, പേഷ്യൻസ് ആയിട്ട് സഹിച്ചുകൊണ്ട് നാം ഓടണം. പ്രൈസലോ. പലപ്പോഴും നമുക്ക് പരിഹാസവും കുത്തുവാക്കും നിന്നയും പഴിയും ചിലപ്പോൾ ഉപദ്രവങ്ങളും ഒക്കെ നേരിടാം ഈ ഓട്ടക്കളത്തിൽ. ഹല്ലേലൂയ. അതിന്റെ മധ്യത്തിൽ സ്ഥിരതയോടെ ഓടണം. സ്ഥിരതയോടെ ഓടി ബിരുദ പ്രാപിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ജെയിംസ് അഥവാ യാക്കോബിന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം എടുത്ത് നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടെ ഇരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരതമാക്കുവീൻ. കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു.
പ്രൈസലോ. ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്തിട്ട് മഴയും മഞ്ഞും വെയിലും ഒക്കെ ലഭിച്ച് ആ വിത്ത് വളർന്ന് അതിന്റെ ഫലം ലഭിക്കത്തക്ക നിലയിൽ അത് വളർന്ന് വലുതായി ഫലം ലഭിക്കുവോളം താൻ ക്ഷമയോടെ കാത്തിരിക്കുന്നത് പോലെ അതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചാലും ഒരു പ്രതീക്ഷയുണ്ട്. ഇല്ല, ഞാൻ വിതച്ചത് കൊയ്യും, അതിന് ഫലമുണ്ടാകും, എന്റെ ഓട്ടത്തിന് പ്രതിഫലം ലഭിക്കും, എന്റെ ഓട്ടം ഓടി ഞാൻ തീർക്കും എന്നുള്ള പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, ദീർഘക്ഷമയോടെ, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടിത്തികയ്ക്കുവാൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ ശ്രദ്ധിച്ചുകൊണ്ട്, യേശുവിനെ നോക്കിക്കൊണ്ട് ഓടുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലവും നമുക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. ഞാൻ വീണ്ടും മുന്നോട്ട് കടന്നു വരികയാണ്. ഇതിന്റെ ഇടയിൽ നമ്മുടെ ഓട്ടത്തെ അത് ലക്ഷ്യമുണ്ടായിരിക്കണം. നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മെ വിളിച്ചപ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യം എന്താണെന്നറിയണം. അനേകരും വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ പല കാരണങ്ങളുണ്ട്. ചിലർക്ക് രോഗം സൗഖ്യമായതാണ്, ചിലർക്ക് കടബാധ്യതകൾ മാറിയതാണ്, ചിലർക്ക് മറ്റ് പലതരത്തിലുള്ള ചില വിടുതലുകൾ ലഭിച്ചതിന്റെ ഫലമാണ്. അതൊക്കെ നല്ലതാണ്, അതൊക്കെ ഇനിയും ലഭിക്കും. ദൈവം ശക്തനാണ്, അവന്റെ കരം കുറുകിയിട്ടില്ല, ഇനിയും ചെയ്യും. എന്നാൽ രക്ഷ എന്ന് പറയുന്നത് അത് വെറുമൊരു രോഗസൗഖ്യത്തിൽ ഒതുങ്ങുന്നതല്ല, ഒരു കടബാധ്യത നീക്കുന്നതിൽ ഒതുങ്ങുന്നതല്ല. രക്ഷ എന്ന് പറയുന്നത് നിത്യ നരകത്തിൽ നിന്ന്, അധമ പാതാളത്തിൽ നിന്ന്, നിത്യ ന്യായവിധിയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വായിക്കുന്നു, ഓരോരുത്തർക്ക് അവരവരുടെ പ്രവർത്തിക്കെടുത്ത ന്യായവിധി ഉണ്ടായി. പുസ്തകങ്ങളെ തുറന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഇത് രണ്ടാമത്തെ മരണം. എന്നാൽ നമ്മുടെ ലക്ഷ്യം താഴെ വായിക്കുന്നു, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, അവന് രണ്ടാം മരണത്തിൽ അവകാശമില്ല. പ്രൈസ് ദി ലോർഡ്. അവന് രണ്ടാം മരണമില്ല. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്താണ്? ഒന്നാം പുനരുത്ഥാനം. യേശു ക്രിസ്തു തന്റെ വിശുദ്ധന്മാരുമായി സ്വർഗത്തിൽ നിറങ്ങി വരികയും ദൈവത്തിന്റെ മഹാകാഹളനാദത്തോടുകൂടെ, ദൂതന്മാരുടെ വലിയ ശംഖനാദത്തോടെ, ഹല്ലേലൂയ, കാഹളനാദത്തോടുകൂടി സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോട് ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ രൂപാന്തരശാലികളായി തേജസ്കരിക്കപ്പെട്ട ശരീരം ധരിച്ചുകൊണ്ട് നാം എടുത്തുകൊള്ളപ്പെടും. അതാണ് ഒന്നാം പുനരുത്ഥാനം. ആ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്, അവന്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ഇതാണ് ലക്ഷ്യം. രക്ഷിക്കപ്പെട്ടതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അതാ. അതിനെ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, അപ്പോസ്തലന്മാർ പറഞ്ഞു, ഭാഗ്യകരമായ പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ. അതിനായിട്ട് നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്. ദൈവവേദനയെ നിന്റെ ലക്ഷ്യം മറന്നു പോകരുത്. നിന്റെ വീണ്ടും ജനനത്തോടുകൂടി ഈ ഓട്ടക്കളത്തിൽ ഓടുന്നു. അതിന് വിരുദ് പ്രാപിക്കാൻ ഓടണം. അത് നിന്റെ മരണത്തോടുകൂടി അവസാനിക്കും, ഇല്ലെങ്കിൽ കർത്താവിന്റെ വരവോടുകൂടി അവസാനിക്കും. അതിന്റെ മധ്യത്തിൽ നിന്നെ ലക്ഷ്യം തെറ്റിക്കുന്ന സകല ഭാവവും ഭാരവും പാപവും വിട്ട്, ജഡത്തിലെയും ആത്മാവിലെയും സകല കൺമഷവും വിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലദാസനെ, നല്ലദാസിയെ എന്നുള്ള ആ വിളികൾക്ക് തക്കവണ്ണം ഓടി വിരുദ് പ്രാപിപ്പാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഓട്ടം ഓടുവാൻ തിരഞ്ഞെടുക്കുന്നവർക്ക് നല്ല ട്രെയിനിങ് വേണം. അത്ലറ്റ്സ് നല്ല റിഗറസ് ട്രെയിനിങ് ആണ് അവർക്കുള്ളത്. ആ ട്രെയിനിങ് അവർക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഓടുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ വിശ്വാസത്തിന്റെ ട്രെയിനിങ്, ചില പരീക്ഷകളും പരിശോധനകളും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മെ ക്ഷീണിപ്പിക്കുവാനല്ല, പിന്നെയോ അത് നമ്മുടെ ഓട്ടത്തിന് ശക്തി തരുവാനാണ്. പലപ്പോഴും പല വിധത്തിലുള്ള പ്രതികൂലം ദൈവമക്കളെ അത്ലറ്റ്സിനോട് ചോദിച്ചു നോക്കണം.
ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നവരോ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുന്നവരോ ഈ സ്റ്റേറ്റ് ലെവലിലോ അതേ നാഷണൽ ലെവലിലോ ഇന്റർ സ്റ്റേറ്റ് ലെവലിലോ ഒക്കെ പങ്കെടുക്കുന്ന അത്ലറ്റിക്സിനോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം. അവർ ആ ദിവസം മാത്രമല്ല, അതിന് മുൻപ് അവർ ദിവസവും മണിക്കൂറുകൾ പ്രാക്ടീസ് ചെയ്യുന്നു. അവരുടെ ശരീരത്തിലെ വിയർപ്പ് അവർ ഒഴുക്കുന്നു. അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ട്രെയിനറുടെ പറച്ചിലിന് ഒത്തവണ്ണം അഭ്യസിക്കുന്നു. വളരെ അവരുടെ മസിൽസ് ഒക്കെ നല്ല ശക്തിയോടെ വളർന്നു വരുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ മസിൽസ് ഒക്കെ ഒന്ന് വർദ്ധിക്കുവാൻ ദൈവം ചില റിഗറസ് ടെസ്റ്റിലൂടെ ട്രെയിനിങ്ങിലൂടെ നമ്മെ കടത്തിവിടുമ്പോൾ പരിഭവപ്പെടരുത്, പരാതി പറയരുത്. അത് സഹിക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെയാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം അവർക്ക് വെച്ചിരിക്കുന്ന ആ കിരീടം അവർ പ്രാപിക്കും. അവർ ഓട്ടം തികച്ചു ചെല്ലുമ്പോൾ അവർക്കുള്ള കിരീടം അവർ പ്രാപിക്കും. പ്രൈസലോ. ഇന്ന് പലർക്കും പരാതിയാ, പലർക്കും പലതിലും ദൈവത്തോട് പരിഭവമാ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ വന്നതിന് ശേഷം എന്നും പരിശോധനയാ, എന്നും പരീക്ഷയാ. ഹല്ലേലൂയ. ദൈവവൈതലേ, ദൈവം ഒരിക്കലും ആർക്കും ഒന്നും അങ്ങനെ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ദൈവദാസൻ പറഞ്ഞതുപോലെ അതെ പട്ടുമത്തെ അല്ല, അത് മുള്ളാണ്, അത് ഇടുക്കമുള്ളതാണ്, അത് ഞെരുക്കമുള്ളതാണ്. അതിലൂടെ കടന്നു വേണം നമുക്ക് ആ തുറമുഖത്തെത്തുവാൻ, ജീവകിരീടം പ്രാപിക്കുവാൻ. അപ്പോൾ ഓട്ടത്തിൽ ശക്തി ലഭിക്കുവാൻ, ക്ഷീണിച്ചു പോകാതെ ഓടുവാൻ, ഓരോ പരിശോധനകളിൽ ലോകത്തിൽ നമുക്ക് നേരിടുമ്പോൾ നമുക്കറിയാം, അടുത്ത പരിശോധന വരുമ്പോൾ അവനറിയാം, കഴിഞ്ഞ പരിശോധനയിൽ ഞാൻ ജയാളിയായെങ്കിൽ ഇതിലും ഞാൻ ജയിക്കും. പൗലോസ് പറയുന്നു, അതേ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. സ്വന്തം ബലത്തിലല്ല, ശക്തിയിലല്ല, ദൈവത്തിന്റെ കൃപയാൽ അതിനകത്തൊരു ശക്തി ഇരിപ്പുമുണ്ട് ദൈവവേദലേ. അതാണ് പൗലോസിനോട് മതി, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നീ ബലഹീന അവസ്ഥയിലായിരിക്കാം, ഒരുപക്ഷെ ഓട്ടത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ ഏതെങ്കിലും വിധത്തിൽ പുറകോട്ട് പോകത്തക്ക നിലയിലുള്ള പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവനായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് വ്യക്തമായി ജീവിതങ്ങളോട് ആലോചന അറിയിക്കുകയാണ്. നീ ക്ഷീണിച്ചു പോകരുത്. നിന്റെ ശക്തിയാൽ നിനക്ക് ജയിപ്പാൻ കഴിയുകയില്ല, നിന്റെ ബലത്താൽ നിനക്ക് ജയിപ്പാൻ കഴിയുകയില്ല. പൗലോസിനോട് ചേർന്ന് പറ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഹല്ലേലൂയ. ഇന്ന് വിശ്വാസ സമൂഹങ്ങളിൽ പോലും ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ദൈവവേദലേ, ആശ നഷ്ടപ്പെട്ടവനാ നിരാശയുള്ളത്. എന്റെ ആശ എന്നും എന്റെ യേശുവിലാകയാൽ എന്നാണ് പാട്ടുകാരൻ പാടുന്നത്. എന്റെ ആശ എന്നും എന്റെ രക്ഷിതാവിലാകയാൽ, ആശ പോലവൻ വന്നെന്നെ ചേർത്തു കൊള്ളുമേ. എൻ ആശ എന്നും എന്റെ രക്ഷിതാവിലാകയാൽ, എൻ ആശ പോലവൻ വന്നെന്നെ ചേർത്തു കൊള്ളുമേ. ഒരു ദൈവ പൈതലിന്റെ ആശ എന്ന് പറയുന്നത് അവന്റെ രക്ഷിതാവിലാണ്, അവന്റെ കർത്താവിലാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്, ക്രിസ്തുവിനെ നോക്കുക, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമുക്ക് അതിനായുള്ള ആഴമേറിയ ആ താല്പര്യമുണ്ടാകുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായുള്ള വാഞ്ച നമുക്ക് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദ വേർഡ് വിക്ടറി, നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് വിക്ടറി. വിക്ടറി എന്നുള്ള വാക്ക് ഗ്രീക്കിൽ നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്കാണ്. വിക്ടറിക്ക് വേണ്ടി ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് നൈക്ക് എന്നാണ്. സക്സസ്. നമ്മുടെയൊക്കെ നൈക്കിന്റെ ബനിയൻ കിട്ടും, ടീഷർട്ട് കിട്ടും, ഷൂ കിട്ടും. അതൊക്കെ നൈക്ക് എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ? സക്സസ് എന്നാണ്. ഈ ഉടുപ്പ് ഇട്ടുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല, ഈ ഷൂവും ഇട്ടുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല, ഈ ടീഷർട്ടും ഇട്ടുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. വിക്ടറി എന്നാണ് അതിന്റെ അർത്ഥം. ഈ വിക്ടറി ഇത് ഇട്ടത് കൊണ്ട് ലഭിക്കത്തില്ല. പിന്നെ എങ്ങനെ ലഭിക്കും? കർത്താവിനാൽ ലഭിക്കും. അതാണ് പറഞ്ഞത്. ദാവീദിനോട് ചോദിച്ചാൽ പറയും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, നിന്നാൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. നീ എന്റെ ദീപത്തെ കത്തിക്കും. ഹല്ലേലൂയ. എന്റെ അന്ധകാരത്തെ നീ പ്രകാശമാക്കും. ഓ, ശ്രേഷ്ഠകരമായ വിശ്വാസത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്.
ഇന്ന് രാത്രികാലം ദൈവവേദലേ നിന്റെ വിശ്വാസം വർദ്ധിച്ചു വരട്ടെ, രക്ഷകനിലുള്ള ആശ്രയം വർദ്ധിച്ചു വരട്ടെ. അവന്റെ വാഗ്ദത്തങ്ങൾ എന്ന് മാത്രമാണ്. അവനിൽ ആശ്രയിക്കുന്നവർ ഒരു നാളിൽ ലജ്ജിച്ചു പോകുവാൻ അവൻ സമ്മതിക്കുന്ന ദൈവമല്ല. നിന്നെ നിരാശനാക്കുകയില്ല. നിന്റെ മുഖം ലജ്ജിച്ചു പോകുവാൻ അവൻ സമ്മതിക്കുന്ന ദൈവമല്ല. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവനെ നോക്ക്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കി നിന്റെ ഓട്ടം ഓടുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമ്മെ തോൽപ്പിക്കുവാൻ സാത്താൻ അവന്റെ തന്ത്രങ്ങളുമായി കടന്നു വരും. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്, 2 കൊരിന്ത്യർ 2:11 സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അതെ, അവൻ തോൽപ്പിക്കാൻ സാധ്യതയുണ്ട്. അവൻ നമ്മെ പുറകോട്ട് വലിക്കാൻ സാധ്യതയുണ്ട്. അവൻ നമ്മെ പ്രലോഭിപ്പിച്ച് പുറകോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അവൻ പലതും വാഗ്ദത്തം ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിൽ എത്താത്ത വിധത്തിൽ നമ്മുടെ വിരുദ് തെറ്റിക്കുവാൻ അവൻ ശ്രമിക്കും. അതൊരു പക്ഷേ ശിംശോന്റെ ഓട്ടത്തെ തെറ്റിച്ച ദലീലയെ പോലെയാകാം. അവിടെ വായിക്കുന്നു, ദലീല അവനെ ഒതുക്കാൻ തുടങ്ങി, മടിയിൽ കിടത്തി ഒതുക്കാൻ തുടങ്ങി. ഈ ലോകമാകുന്ന ദലീല പലപ്പോഴും ദൈവവേദലേ വിശ്വാസ സമൂഹമേ നിന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങൾ എഴുന്നേൽക്ക് ശക്തിയോടെ. നിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോകാതെ, നിന്നിലുള്ള കൃപ നഷ്ടപ്പെട്ടു പോകാതെ ഈ ദിവസങ്ങൾ എഴുന്നേൽക്ക. ദലീല നിന്നെ ഒതുക്കുവാൻ ഇടയൊടുക്കരുത്. ഹല്ലേലൂയ. ശിംശോനെ ദലീലെ ഒതുക്കി. അവന്റെ ശക്തി നഷ്ടപ്പെട്ട് അവനിപ്പോൾ ഗോതമ്പ് പൊടിച്ചുകൊണ്ടിരിക്കുകയാ. എന്നാൽ ഗിദയോനെ തെരഞ്ഞെടുത്തത് അവൻ പേടിച്ച് ഗോതമ്പ് മെതിച്ചുവെങ്കിലും പരാക്രമശാലി എന്ന പേര് വിളി കേട്ട് ദൈവം കൊടുത്ത ബലം, ഈ ബലത്തോടെ നീ പോക, ഒറ്റ മനുഷ്യനെ പോലെ നീ മിഥ്യാന്യരെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് വലിയ ജയം ചെയ്തെടുപ്പാൻ ദൈവം ഇടയാക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം നിനക്കൊരു പക്ഷേ ഭീരുവായിരിക്കാം, മുന്നോട്ട് നിൽക്കുവാനുള്ള കോൺഫിഡൻസ് ഇല്ലായിരിക്കാം. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ദൈവവേദലേ നിന്റെ മേൽ അവന്റെ ബലം പകർന്നാൽ, നിന്റെ ശക്തി പകർന്നാൽ, അവന്റെ കൃപ നിന്റെ മേൽ പകർന്നാൽ നിൻ പലതും ചെയ്യുവാത്തക്കവണ്ണം ഹല്ലേലൂയ, ഞാൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. എന്നോട് ചേർന്നൊന്ന് പറഞ്ഞാട്ടെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ. ദൈവ സാന്നിധ്യം ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വ്യക്തമായ ചില ജീവിതങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്ന, മുന്നോട്ട് പോകുവാൻ താല്പര്യമില്ലാതിരിക്കുന്ന ചില ദൈവമക്കളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിലെ ഭാരവും പാപവും വിട്ട്, ജഡത്തിലെയും ആത്മാവിലെയും കൺമഷവും വിട്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് ഇന്ന് രാത്രികാലം ഇറങ്ങി വരിക. അവന്റെ കൃപ, അവന്റെ ശക്തി നിന്റെ മേൽ പകരപ്പെടാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. നീ മതിൽ ചാടി കടക്കും, നീ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, നിന്റെ അന്ധകാരത്തെ അവൻ പ്രകാശമാക്കും, നിന്റെ അണഞ്ഞുപോയ ദീപത്തെ എന്റെ യേശു പറയുന്നു അവൻ കത്തിക്കും. ഹല്ലേലൂയ. എന്റെ കർത്താവിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഏൽപ്പിച്ചു കൊടുത്താൽ, കുശവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത കളിമണ്ണ് കുശവൻ ഇഷ്ടമുള്ള ഒരു പാത്രമാക്കി തീർത്തു, മനോഹരമായ പാത്രമാക്കി തീർത്തുവെങ്കിൽ എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നിന്നെ ലോകത്തിന്റെ മുൻപിൽ ശ്രേഷ്ഠമായ നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാക്കി, ദാസിയാക്കി മാറ്റുവാൻ അവന് പദ്ധതിയുണ്ട്. ഓട്ടം ക്ഷീണിച്ചു പോകാതെ ഓടുവാൻ, തളർന്നു പോകാതെ ഓടുവാൻ, ക്ഷീണിച്ചു പോകാതെ നടക്കുവാൻ, കാലാളുകളുടെ കൂടെ ഓടുവാൻ, കുതിരകളോട് ഓടുവാൻ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ പകരപ്പെടും. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ അതിനായുള്ള താല്പര്യം, അതിനായുള്ള വാഞ്ച, അതിനായുള്ള ആഗ്രഹം ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നമുക്കുണ്ടായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 18-ാം സങ്കീർത്തനം 32-ാമത്തെ വാക്യം എടുത്ത് വായിക്കുമ്പോൾ, എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എന്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. നിന്നെ ശക്തി കൊണ്ട് അരമുറുക്കി നിന്റെ വഴിയുടെ കുറവുകളെ നീക്കി ശക്തമായ നിലയിൽ ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആകയാൽ ഈ ദിവസങ്ങളിൽ ഓട്ടക്കളത്തിൽ ഓടുവാൻ ഇറങ്ങിയ ദൈവപൈതലേ, ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ ഓടുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. അതിനാൽ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. വീണ്ടും ഞാൻ ഫിലിപ്പി ലേഖനത്തിലേക്ക് കടന്നു വരികയാ. ഫിലിപ്പി ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നമുക്കറിയാവുന്ന വാക്യമാ. ഇങ്ങനെ എഴുതിയിരിക്കുന്ന പൗലോസ് പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു,
എന്താ ചെയ്യുന്നത്? പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. പിൻപിലുള്ളത് ഒരുപക്ഷെ പരാജയമായിരിക്കാം, ഒരുപക്ഷെ പ്രശംസയായിരിക്കാം, ഒരുപക്ഷെ വലിയ കീർത്തിയായിരിക്കാം, പൂമാലയായിരിക്കാം, പഴിയായിരിക്കാം, ദുഷിയായിരിക്കാം, നിന്ദയായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. അതെല്ലാം മറന്നു, അതൊന്നും ഇനി ഓർക്കുന്നില്ല. എന്റെ ലക്ഷ്യം മുൻപിലോട്ടാ, എന്റെ ലക്ഷ്യം മുൻപിലോട്ടാ. ഒരു ദൈവ പൈതൽ ഓട്ടക്കളത്തിൽ ഇറങ്ങിയ ദൈവ പൈതൽ ഒരിക്കലും പുറകോട്ട് തിരിഞ്ഞു നോക്കുകയില്ല. പുറകിലുള്ളത് അവൻ ഓർക്കുകയില്ല. പുറകിൽ ആരൊക്കെ ഓടുന്നുണ്ടെന്ന് പോലും അവൻ ശ്രദ്ധിക്കാറില്ല. അവന്റെ ഓട്ടം മുൻപിലോട്ടാണ്, മുൻപിലോട്ട്. ഹല്ലേലൂയ. ഇവിടെ ഈ ഓട്ടക്കളത്തിൽ നടക്കുന്ന മത്സരം, അഷ്ടിമാൻ ഗെയിംസില് ഒരുത്തനെ ജയിക്കത്തുള്ളൂ. ഒളിമ്പിക്സില് 3 പേർക്ക് കിരീടം ലഭിക്കും, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അത് ഈ സർവ്വസാധാരണമാണ്. എന്നാൽ ഇവിടെ ഫസ്റ്റും സെക്കൻഡും തേർഡുമല്ല, ഓട്ടം തികയ്ക്കുന്നവർക്കെല്ലാ കിരീടമാണ്. പ്രൈസ് ദി ലോർഡ്. നീ എത്ര മുൻപിൽ ഓടി തികച്ചുവെന്നല്ല, നീ ആരെക്കാട്ടിൽ മുമ്പിൽ ഓടിയെന്നല്ല, ഈ ഓട്ടക്കളത്തിലെ ഓട്ടം ശ്രദ്ധയോടെ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി, സ്വർഗത്തെ ലക്ഷ്യമാക്കി, ഒന്നാം പുനരുത്ഥാനത്തെ ലക്ഷ്യമാക്കി, കർത്താവിന്റെ വരവെങ്കിൽ വല്ലവിധേനയും എടുക്കപ്പെടണമെന്നുള്ള, അതാണ് പൗലോസ് പറയുന്നത്, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ ഇപ്പോഴും സകലതും ചപ്പൊന്നും ചവറൊന്നും എണ്ണിക്കൊണ്ട് എന്റെ മുൻപിലുള്ള ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. ലക്ഷ്യം തെറ്റാതെ ഓടുന്നു. ഹല്ലേലൂയ. നീ ഓട്ടം ഓടി തികച്ചാൽ നിനക്ക് കിരീടമുണ്ട്. സ്നാനപ്പെട്ട് കയറി വരുമ്പോൾ ദൈവദാസന്മാര് തലയിൽ കൈവച്ച് പറയുന്ന ഒരു പദമുണ്ട്, ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. വിശ്വസ്തയോടെ ഓടണം ദൈവ പൈതലേ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ചെയ്താൽ, നീ തികച്ചാൽ നിനക്ക് കിരീടം. അത് ഉറപ്പാണ്, അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അത് ലഭിക്കത്തക്കവണ്ണം, അത് പ്രാപിക്കത്തക്കവണ്ണം പൗലോസ് പറയുന്നത് പോലെ ഓട്ടം ഓടി തികയ്ക്കണം. തിമോത്തിയോസിൽ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ എന്റെ ഓട്ടം തികച്ചു. ഇടയ്ക്ക് വെച്ചൊന്നും ഇറങ്ങിപ്പോയില്ലെന്നാ. പോകാൻ ഒത്തിരി അവസരം കിട്ടിയതാ, പക്ഷെ ഇറങ്ങി ഓടിയില്ല, ഓട്ടം നിർത്തിയില്ല. തന്നോടുകൂടെ ഇറങ്ങിയ പലരും, അലക്സാണ്ടറും ദേമാസും ഒക്കെ ഓട്ടത്തിനിടയിൽ നിന്ന് ഇറങ്ങി പലയിടത്തോട്ട് പോയി. എന്നാൽ പൗലോസ് പറയുന്നു, ഞാൻ ഇറങ്ങി ഓടി നിന്നില്ല, ഞാൻ എന്റെ ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം കാത്തു, ഞാൻ നല്ല പോർ പൊരുതി. ഇനി എനിക്ക് അതേ ആ നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, തന്റെ വരവിങ്കൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഏവർക്കും അത് ലഭിക്കും. നമ്മുടെ പ്രത്യാശ ഇത്ര ശ്രേഷ്ഠകരമായ പ്രത്യാശയാണ്. പൗലോസ് പറയുന്നു, അവന്റെ വരവിങ്കൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഏവർക്കും അത് ലഭിക്കും. ഓട്ടം നമുക്ക് വിശ്വസ്തയോടെ ഓടിത്തികപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. കൊരിന്ത്യർ ലേഖനം 9-ാമത്തെ അധ്യായം 25 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, അംഗം പൊരുതുന്നവൻ ഒക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കുന്നു. അടുത്ത വാക്യം, ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്. ഇന്ന് അനേകരും ക്രിസ്തീയ ഗോളത്തിൽ ഒരു നിശ്ചയവുമില്ലാതെ ഓടുകയാണ്. പലർക്കും ഭൗതികമായ പല വിഷയങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടുകയാ. അതാ മതി അവർക്ക്, അതിൽ തൃപ്തരാ. എന്നാൽ പൗലോസ് പറയുന്നു, വാടാത്ത കിരീടം പ്രാപിക്കണം, ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കെടുക്കണം, മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ എന്റെ ഓട്ടം ഓടുകയാ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ സകലതും ഇവിടെ ഇട്ടിട്ട് പോകുമ്പോൾ, ലാസറസ് മരിച്ച 4-ാം ദിവസം ലാസറിനെ ജീവനോടെ പുറത്തു കൊണ്ടുവന്നുവെങ്കിലും അല്പകാലം കഴിഞ്ഞപ്പോൾ ലാസർ മരിച്ചെന്നേ. നയിലെ വിധവയുടെ മകൻ ഉയർപ്പിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് അവൻ മരിച്ചു. ഈ ലോകത്തിലെ രോഗസൗഖ്യം വന്നാലും, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റാലും, അഥവാ ഈ ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റാലും എല്ലാം ഇവിടം കൊണ്ട് തീരും, അത് പിന്നെയും പോകും. എന്നാൽ നശ്വരമല്ലാത്ത ഒരു ജീവിതം, ഹല്ലേലൂയ, ഈ ലോകത്തിലുള്ളപ്പോൾ അനശ്വരമായ ഒരു സ്വർഗം എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കർത്താവിന്റെ വാഗ്ദത്തമാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുകയാ. ഞാൻ സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ നിങ്ങളെയും എന്റെ അടുക്കൽ ചേർക്കേണ്ടതിന് ഞാൻ വരും. യേശു പറഞ്ഞ വാഗ്ദത്തമാ.
സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തേക്ക് പോയ യേശുവിനെ നോക്കിക്കൊണ്ട് ശിഷ്യന്മാർ മുഖലോട് നോക്കി നിൽക്കുമ്പോൾ രണ്ട് ദൂതന്മാർ മേഘങ്ങളുടെ ഇടയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോയ യേശു ആ പോയതുപോലെ മടങ്ങി വരും. ഓ ഹല്ലേലൂയ! കർത്താവിന്റെ സാക്ഷ്യം, ദൂതന്മാരുടെ സാക്ഷ്യം, ദൈവവചനം അത് പറഞ്ഞുറപ്പിക്കുന്നു. അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം. നമ്മുടെ വിശ്വാസം ക്ഷീണിച്ചു പോകരുത്, നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകരുത്. കർത്താവിന്റെ സന്നിധിയിൽ അവന്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടണം. ഇല്ലെങ്കിൽ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പുനരുത്ഥാനം, അത് രണ്ടാം പുനരുത്ഥാനമല്ല, എനിക്ക് ഒന്നാം പുനരുത്ഥാനം തന്നെ വേണം. അതിൽ പങ്കുള്ളവനാണ് ഭാഗ്യവാനും വിശുദ്ധനും. പ്രൈസ് ദി ലോർഡ്. ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഓടി ഓട്ടം തികയ്ക്കുവാൻ പൗലോസ് പറഞ്ഞു, ഞങ്ങൾ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, ഞങ്ങൾക്കൊരു നിശ്ചയമുണ്ട്. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവപൈതലേ, നിങ്ങളുടെ ലക്ഷ്യം, പ്രൈസ് ദി ലോർഡ്, പാട്ടുകാരൻ പാടും, ലക്ഷ്യം അതാണ്, എന്നാശയതാണ്, പ്രിയകാന്തനെ ഞാനെന്നു കാണുമോ, ലക്ഷ്യമതാണ്, എൻ ആശയതാണ്, എൻ പ്രേമകാന്തനെ ഞാനെന്നു കാണുമോ. നമ്മുടെ ജീവിതത്തിലെ ആശ, പ്രത്യാശ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ! പ്രേമ പ്രാണനാഥനുമായിട്ടുള്ള ആ മനോഹരമായ ആ സംഗമം, ഓ എത്ര ശ്രേഷ്ഠമായിരിക്കും, എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ലക്ഷ്യം തെറ്റല്ലേ? ആ ക്രിസ്തുവിലേക്ക് നോക്കി, വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുവാനുമായ യേശുവിലേക്ക് നോക്കി നമുക്ക് ഓടുവാൻ ദൈവമിനെ സഹായിക്കട്ടെ. ഹല്ലേലൂയ! സ്തോത്രം. ഞാൻ എന്നെ തന്നെ നിയന്ത്രിക്കുക. ഐ ഡിസിപ്ലിൻ മൈസെൽഫ്. പൗലോസ് പറയുന്നു, ഞാൻ എന്നെ തന്നെ ഡിസിപ്ലിൻ ചെയ്യുക. എൻ്റെ ശരീരത്തെ, എൻ്റെ മനസ്സിനെ ഞാൻ ഡിസിപ്ലിൻ ചെയ്യുകയാണ്. ഞാൻ അതിനെ ശിക്ഷിച്ച് മിണ്ടാതാക്കുകയാണ്, നിയന്ത്രിക്കുകയാണ്. ഹല്ലേലൂയ! കാരണം എൻ്റെ മുൻപിൽ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എനിക്ക് പ്രാപിക്കണം. അതെന്റെ കർത്താവിന്റെ വരവാണ്, മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനമാണ്, കർത്താവിനോടുള്ള വാസമാണ്. അതിൽ അവൻ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പ്രതിഫലം കിരീടമാണ്. അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഞാൻ ലക്ഷ്യം തെറ്റാതെ ഓടുകയാണ്. പൗലോസ് പറയുന്നു, ഞാൻ അത് എൻ്റെ നല്ല പോർപ്പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇതാ നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, തന്റെ വരവിങ്കൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഏവർക്കും അത് ലഭിക്കും. നമ്മുടെ തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം തങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ.